നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. +2 ബയോളജിയുടെ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിനെ കുറിച്ച് അതെങ്ങനെ സിമ്പിളായിട്ട് പഠിക്കാം എന്ന ഒരു ക്ലാസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിനെ കുറിച്ച് പറയാനാണെങ്കിൽ ജനറ്റിക്സ് എന്ന ഒരു സെക്ഷനിൽ നമ്മൾ ജനറ്റിക്സിൻ്റെ നമ്മുടെ ഗ്രിഗർ ജോൺ മെൻഡലിൻ്റെ ഒക്കെ ഒരു ചാപ്റ്റർ പഠിച്ചതിന് ശേഷം അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ചാപ്റ്ററാണ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിൽ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് നമ്മുടെ DNA, നമ്മുടെ ജനറ്റിക് ജീൻ, നമ്മുടെ മനുഷ്യ ശരീരത്തിനകത്ത് കോഡഡ് ആയിട്ട് ഇരിക്കുന്ന ജീനുകളെ കുറിച്ചും DNA സീക്വൻസിനെ കുറിച്ചും അവിടുത്തെ അമിനോ ആസിഡ് ചെയിൻസിനെ കുറിച്ചും ഒക്കെ ഡീൽ ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. അതിലുപരി ബോർഡ് എക്സാമിനും അതുപോലെ നീറ്റ് എക്സാമിനും വെച്ച് നോക്കുമ്പോഴത്തേക്ക് വളരെ നല്ല ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ചാപ്റ്ററാണ്. അതുപോലെ നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, നല്ല വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ +2 ലെവലിൽ പഠിക്കുന്ന നല്ല ഒരു ചാപ്റ്ററാണ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇനി മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിന്റെ ആദ്യം നമ്മൾ എന്താ പഠിക്കുന്നതെന്ന് വെച്ചാൽ, ആദ്യം അതിന്റെ ഫസ്റ്റ് സെക്ഷനായിട്ട് നമ്മൾ പഠിക്കുന്നത് DNA കുറിച്ചിട്ടാണ്. DNA എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, എന്താ ലാഡർ ലൈക്ക് സ്ട്രക്ചർ, ഒരു ഗോവണി പോലെ, ഒരു ഏണി പോലെ രണ്ട് സ്ട്രാൻഡ് ഇരിക്കണം. അത് തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ട് ഫോം ചെയ്തേക്കുന്നു. ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ട് അവിടെ നൈട്രജൻ ബേസസ് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ബോണ്ട് ചെയ്തിരിക്കുന്നു. ഒരു ഏണിയിൽ നമ്മൾ ചവിട്ടി കയറുന്ന സെയിം ലുക്ക് കിട്ടുന്നു. അപ്പോൾ DNA എല്ലാവർക്കും അറിയാവുന്ന ആ ഒരു സ്ട്രക്ചർ തന്നെ. പക്ഷേ ആ ഒരു സ്ട്രക്ചർ ആരാണ് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ, ആരാണ് 1953 രണ്ട് സയന്റിസ്റ്റ് ആണ്. ആരാണ്? ഫ്രാൻസിസ് ക്രിക്ക് ആൻഡ് ജെയിംസ് വാട്സൺ. അപ്പോൾ വാട്സൺ ക്രിക്ക് മോഡൽ എന്നറിയപ്പെടുന്ന അതാണ് DNAയുടെ ഡബിൾ ഹെലിക്സ് മോഡൽ എന്നറിയപ്പെട്ടത്. അപ്പോൾ ഓട്ടോ റേഡിയോഗ്രാഫിക് ടെക്നിക് മീൻസ് എക്സ്റേ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്. അപ്പം ഓട്ടോ റേഡിയോഗ്രാഫിക് ടെക്നിക്ക് കൊണ്ടിട്ട് രണ്ട് സയന്റിസ്റ്റ് വാട്സണും ക്രിക്കും കൂടെ പ്രപ്പോസ് ചെയ്തു. 1953 പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആ ഒരു മോഡലാണ് DNA ഡബിൾ ഹെലിക്സ് മോഡൽ. അതാണ് വേൾഡ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ട് അവർക്ക് അതിന് നോബൽ പ്രൈസും അവാർഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. ഇനി DNAക്കകത്ത് ഏതൊക്കെ ടൈപ്പ് നൈട്രജൻ ബേസസ് അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയുണ്ട് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അറിയാവുന്ന നൈട്രജൻ ബേസസ് ആണ് അഡിനിൻ, തൈമിൻ, ഗാനിൻ, സൈറ്റോസിൻ. അപ്പം ഈ 4 സംഭവങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അഡിനിൻ, തൈമിൻ, ഗാനിൻ, സൈറ്റോസിൻ. അഡിനിനും തൈമിനും തമ്മിൽ കണക്ട് ചെയ്തേക്കുന്നത് ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ടാണ്. അതുപോലെ ഗാനിനും സൈറ്റോസിനും തമ്മിൽ കണക്ട് ചെയ്തേക്കുന്നതും ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ടാണ്. ഇത്രയും കാര്യം അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കണം. അപ്പോൾ DNAയുടെ സ്ട്രക്ചർ. അതുപോലെ ഒരു DNA മോളിക്യൂൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അഡിനിൻ, തൈമിൻ എത്ര പേരുണ്ടോ സെയിം പേര് തന്നെ കാണും ഗാനിനും സൈറ്റോസിനും. മീൻസ് അഡിനിൻ തൈമിൻ്റെ റേഷ്യോയും ഗാനിൻ സൈറ്റോസിന്റെ റേഷ്യോയും സെയിം ആയിരിക്കും. അപ്പൊ ആ ഒരു റൂളിന് പറയുന്ന പേരാണ് ചെറഗാഫ് റൂൾ എന്നറിയപ്പെടുന്ന ആ ഒരു റൂൾ. അഡിനിൻ തൈമിൻ എത്ര എണ്ണം ഉണ്ടോ സെയിം എമൗണ്ട് തന്നെ DNAയിൽ ഗാനിൻ സൈറ്റോസിൻ ബോണ്ടും കാണും, ഗാനിൻ സൈറ്റോസിന്റെ എണ്ണവും കാണും എന്ന് പ്രസ്താവിക്കുന്ന റൂളാണ് ചെറഗാഫ് റൂൾ. അത് ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതാണ്. എന്താണ് ചെറഗാഫ് റൂൾ എന്നൊക്കെ ഒരു മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ പാക്കേജിങ് ഓഫ് DNA ഹെലിക്സ്. DNA എങ്ങനെയാണ് പാക്കേജ് ചെയ്തിരിക്കുന്നത് എന്നതാണ് അതിൻ്റെ ഒരു രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത്. പാക്കേജിങ് ഓഫ് DNA ഹെലിക്സ് എന്ന സെക്ഷനിലൂടെ നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ന്യൂക്ലിയോസോംസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. മീൻസ് DNAയുടെ അടുത്ത് ഒരു പ്രോട്ടീൻ ഉണ്ട്, ഒരു ഹിസ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീൻ ഉണ്ട്, പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടീൻ. അപ്പൊ അതിനെ റാപ്പ് ചെയ്തിട്ടാണ് DNA ഇതിരിക്കുന്നത്. അപ്പം ഹിസ്റ്റോൺസ് ടുഗദർ ഫോം ഹിസ്റ്റോൺ ഒക്ടാമർ എന്നാണ് നമ്മൾ പറയുന്നത്. കുറച്ച് ഹിസ്റ്റോൺ മോളിക്യൂൾസ് കൺസിസ്റ്റ്യൂട്ട് ചെയ്തിട്ട് ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന ഒരു സ്ട്രക്ചർ എത്തും. ആ ഹിസ്റ്റോൺ ഒക്ടാമർ അഗെയിൻ അതിന് മോഡിഫൈഡ് ആയിട്ടുള്ള ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ കിട്ടും. ഹിസ്റ്റോൺ ഒക്ടാമറിന്റെ കൂടെ DNA കൂടെ റാപ്പ് ചെയ്തിട്ടുണ്ടാകുന്ന സ്ട്രക്ചർ എന്ന് പറയുന്ന പേരാണ് ന്യൂക്ലിയോസോം. ഇത്തരത്തിൽ ന്യൂക്ലിയോസോം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് ക്രോമാറ്റിൻ വിസിബിൾ ആയി കാണും. ഓക്കെ, ഇപ്പം ന്യൂക്ലിയോസോമിനകത്ത് ക്രോമാറ്റിൻസ് കാണപ്പെടും. അപ്പം അതിന് പറയുന്ന പേര് ബീഡ്സ് ഓൺ സ്ട്രിങ് എന്നാണ്. ന്യൂക്ലിയോസോമിനകത്ത് ക്രോമാറ്റിൻ, ഇപ്പം പളുങ്ക് മാല, മുത്തുമാല കാണുമ്പോഴത്തേക്ക് ആ മാലയുടെ മുത്ത് കോർത്ത് കിടക്കുന്നത് പോലെയാണ് ക്രോമാറ്റിൻ ന്യൂക്ലിയോസോംസിനകത്ത് പ്ലേസ്
പഠിക്കുന്നത്. ബീഡ്സ് ഓൺ സ്ട്രിങ് ലൈക്ക് സ്ട്രക്ചർ എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞ് പഠിക്കുന്നത്. അപ്പോൾ അതാണ് DNA പാക്കേജിങ് ഓഫ് DNA ഹെലിക്സ് എന്നൊക്കെ പറയുന്നത്. ഇനി അതാണ് രണ്ടാമത്തെ സെക്ഷൻ ഈ ചാപ്റ്ററിന്റെ. ഇനി ചാപ്റ്ററിന്റെ മൂന്നാമത്തെ സെക്ഷനിലോട്ട് നമ്മൾ കയറുവാണെങ്കിൽ സെർച്ചിങ് ഫോർ ജനറ്റിക് മെറ്റീരിയൽ. അപ്പോൾ ജനറ്റിക് മെറ്റീരിയലിന്റെ കുറച്ച് കണ്ടുപിടുത്തങ്ങളൊക്കെയാണ് മൂന്നാമത്തെ സെക്ഷനിൽ പഠിക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് സെർച്ച് ഫോർ ജനറ്റിക് മെറ്റീരിയൽ ഗ്രിഫിത്ത് എന്ന സയന്റിസ്റ്റിന്റെ എക്സ്പെരിമെന്റ് ആണ്. എന്താണ് ഗ്രിഫിത്ത് എന്ന സയന്റിസ്റ്റ് ചെയ്തത്? അതായത് പുള്ളിക്കാരൻ നല്ല മൈസിനെയൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളായിരിക്കും, ഒരു പക്ഷേ സ്യൂട്ടബിൾ ആയിട്ടുള്ള പുള്ളിക്കാരെ സെലക്ട് ചെയ്താവണം മൈസ്. അപ്പം മൈസിലേക്ക് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന പാത്തോജനെ ഇൻജെക്ട് ചെയ്തിട്ട് മൈസ് ചാവുന്നോ ഇല്ലയോ നോക്കി. ഈ പുള്ളിക്കാരൻ ഉപയോഗിച്ച 2 ടൈപ്പ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ കോളനീസ് ആണ് പുള്ളിക്കാരൻ കൾച്ചർ ചെയ്തിട്ട് എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. അപ്പം അത് സ്മൂത്ത് കോളനി S സ്ട്രെയിൻ എന്നറിയപ്പെടും, അല്ലെങ്കിൽ റഫ് കോളനി R സ്ട്രെയിൻ എന്നറിയപ്പെടും. ഫസ്റ്റ് ഓഫ് ഓൾ ഈ പുള്ളിക്കാരൻ ചെയ്തത് S സ്ട്രെയിൻ എന്ന് പറയുന്നത് വിറുലന്റ് ആണ്. വിറുലന്റ് മീൻസ് വെനസ്, പോയിസണസ് ആണ്. അത് ഇൻജെക്ട് ചെയ്താൽ മൈസ് ചത്തു. ഇനി R സ്ട്രെയിൻ എന്ന് വെച്ചാൽ നോൺ വിറുലന്റ് ഫോം ആണ്, എന്ന് വെച്ചാൽ വലിയ സീനൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പോൾ ഫസ്റ്റ് ലിവിങ് ആയിട്ടുള്ള S സ്ട്രെയിൻ മൈസിലേക്ക് കുത്തിവെച്ചു, മൈസ് ചത്തുപോയി. രണ്ടാമത് ലിവിങ് ആയിട്ടുള്ള R സ്ട്രെയിൻ കുത്തിവെച്ചു. നമുക്കറിയാം നോൺ വിറലന്റ് ആണ്, അതുകൊണ്ട് തന്നെ മൈസിലേക്ക് കുത്തിവെച്ചപ്പോൾ മൈസ് ചത്തുപോയില്ല. ഇനി പുള്ളിക്കാരൻ ചെയ്തത് ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള രണ്ടിനെ ഹീറ്റ് കിൽഡ് ആക്കി മാറ്റി. മീൻസ് അതിനെ ഹീറ്റ് കൊടുത്ത് ഹീറ്റ് കിൽഡ് ആക്കി മാറ്റി, S സ്ട്രെയിനെയും R സ്ട്രെയിനെയും. എന്നിട്ട് അത് ഓരോന്ന് ഇഞ്ചെക്ട് ചെയ്തപ്പോഴത്തേക്ക് മൈസ് പിന്നെ ലൈവ് ചെയ്തു. പിന്നെ പുള്ളിക്കാരൻ ചെയ്തൊരു എക്സ്പെരിമെന്റ് ഉണ്ട്. ആ എക്സ്പെരിമെന്റ് ആണ് ഇവിടെ നല്ല ഇമ്പോർട്ടൻസ് ഉള്ളത്. മീൻസ് S സ്ട്രെയിൻ ആണല്ലോ വിറലന്റ്. അപ്പം ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള S സ്ട്രെയിനെ പിടിച്ചു. എന്താ ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള S സ്ട്രെയിനെ പിടിച്ചു. അത് പിടിച്ചിട്ട് അതിന്റെ കൂടെ ഹീറ്റ് കിൽഡ് ആണ്, അതിന്റെ കൂടെ ലിവിങ് ആയിട്ടുള്ള R സ്ട്രെയിനെയും കൂടെ വെച്ചിട്ട് രണ്ടുകൂടെ ഒരുമിച്ച് മൈസിലേക്ക് കുത്തി വെച്ചപ്പോഴത്തേക്ക് അവിടെ ഒരു മാറ്റം പുള്ളിക്കാരന് കണ്ടു. ഗ്രിഫിത്ത് ഒബ്സർവ് ചെയ്തു. മീൻസ് നോൺ വിറലന്റ് ആയിട്ടുള്ള ലിവിങ് ഫോമും വിറലന്റ് ആയിട്ടുള്ള ഹീറ്റ് കിൽഡ് ഫോമും തമ്മിൽ ഇൻജെക്ട് ചെയ്തപ്പോഴത്തേക്ക് മൈസ് ഡൈഡ് ആയിപ്പോയി. അപ്പം അതിൽ നിന്നും ഗ്രിഫിത്ത് എക്സ്പെരിമെന്റ് അതിന്റെ ഒരു ഒബ്സർവേഷൻ എത്തിയത് എന്തോ ഒരു ഫാക്ടർ ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള S സ്ട്രെയിനിൽ നിന്നിട്ട് R സ്ട്രെയിനിലേക്ക് വന്നത് കൊണ്ടാണ് മൈസ് മരിച്ചു പോകാനുള്ള കാരണം, മൈസ് ഡൈഡ് ആവാനുള്ള കാരണം എന്ന് അവര് നിഗമനത്തിലെത്തി. അപ്പം ഈ ഒരു എക്സ്പെരിമെന്റില് DNA ആണ് ഇത്തരത്തിലൊരു ഇത്തരത്തിൽ കടന്നു വന്നത് എന്ന് ഗ്രിഫിത്ത് അല്ല ഇത് കണ്ടുപിടിച്ചത്. അപ്പം ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റിന് ശേഷം അതിന്റെ പ്രൂഫ് നടന്നിട്ടുണ്ട്. പ്രൂഫ് നടത്തിയത് 3 സയന്റിസ്റ്റുകൾ ചേർന്നിട്ടാണ്, ആവറി, മെക്കാർട്ടി, മെക്കലിയോഡ്. അപ്പൊ ഈ 3 സയന്റിസ്റ്റ് പേര് സ്പെല്ലിംഗ് ടെക്സ്റ്റ് നോക്കി പഠിച്ചു നോക്കണം. ആവറി, മെക്കാർട്ടി, മെക്കലിയോഡ്. അപ്പൊ ഈ 3 സയന്റിസ്റ്റുമാർ ഇങ്ങനെ കടന്നു വന്നിട്ട് അവർ ചെയ്തതെന്ന് വെച്ചാല് ഈ പുള്ളിക്കാരൻ ഗ്രിഫിത്ത് നടത്തിയ എക്സ്പെരിമെന്റിന്റെ അത് സെൻട്രിഫ്യൂഗേഷൻ നടത്തിയിട്ട് അതിൽ നിന്ന് DNA പ്രസൻസ് ഉണ്ടോ എന്ന് കണ്ടുപിടിച്ചു. ബൈ യൂസിങ് 2 സംഭവമാണ് യൂസ് ചെയ്തത്, DNAസും RNAസും. മീൻസ് DNA ഡൈജസ്റ്റിംഗ് എൻസൈമും RNA ഡൈജസ്റ്റിംഗ് എൻസൈമും പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം, അങ്ങനെ ഡൈജസ്റ്റിംഗ് എൻസൈംസ് വെച്ചിട്ട് DNA ആണ് ഹീറ്റ് കിൽഡ് S സ്ട്രെയിനിൽ നിന്നും R സ്ട്രെയിനിലേക്ക് കടന്നു പോയതും അത് കൊണ്ടിട്ടാണ് മൈസ് ഡൈഡ് ആയതും മൈസ് ചത്തുപോയതും എന്നും നിഗമനത്തിലേക്ക് എത്തി. അതാണ് ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ടെക്സ്റ്റിൽ 2-3 ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്, അത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ. അപ്പൊ അതിനുശേഷം നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു DNA RNA തമ്മിലുള്ള ഒരു കമ്പാരിസൺ അറിയണം. അപ്പം DNA RNA ഒരുവിധം കൊച്ചുനാളിൽ മുതൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണല്ലോ ഈ DNA RNA തമ്മിൽ എന്തൊക്കെയാണ് ഈ വ്യത്യാസം ഉള്ളതെന്ന്. അപ്പം DNA RNA തമ്മിൽ നമ്മൾ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ DNA അറിയാം ഡബിൾ സ്ട്രാൻഡഡ് ആണ്, RNA എന്ന് പറയുന്നത് സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. ഇനി അവിടുത്തെ DNA നൈട്രോജൻ ബേസ് നോക്കുകയാണെങ്കിൽ അഡിനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ എന്ന് പറയുന്ന സംഭവമാണ് കിടക്കുന്നത്. പക്ഷേ RNAയിൽ വ്യത്യാസമുണ്ട്. ഈ തൈമിന് പകരം അവിടെ യുറാസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് അവിടെ ഇരിക്കുന്നത്. ഓക്കെ, ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യത്യാസമാണ്. പിന്നെ DNA RNA കൂടെ സ്റ്റെബിലിറ്റി നോക്കുകയാണെങ്കിൽ ഏതാണ് ബെസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും DNA ഇസ് ദി ബെസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ. അതുപോലെ ഏതാണ് അൺസ്റ്റേബിൾ അല്ലെങ്കിൽ സ്റ്റേബിൾ എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ DNA ആണ് മോർ സ്റ്റേബിൾ ദാൻ RNA. അപ്പോൾ അത് വെച്ചിട്ട് പറയാം ഏറ്റവും കൂടുതൽ മ്യൂട്ടേഷൻസ് സംഭവിക്കാൻ ചാൻസ് ഉള്ളത് RNA മോളിക്യൂൾസിനാണ്. അപ്പം ഒരു ബെസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് അത് മ്യൂട്ടേഷൻ സ്വാധീനിക്കുന്ന ഒരു ഫാക്ടറാണ്. മ്യൂട്ടേഷന്റെ ബേസിസിൽ മാത്രം നോക്കുകയാണെങ്കിൽ മ്യൂട്ടേഷൻ നടക്കാൻ ചാൻസ് ഉള്ള RNAയിലാണ്. അപ്പോൾ ആ ഒരൊറ്റ കാര്യത്തിൽ DNA RNAയോട് ഫെയിൽ ആവുന്നുണ്ട്. പക്ഷേ എല്ലാ ഫാക്ടറും വെച്ച് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് DNA ഇസ് ദി ബെസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ. ഓക്കെ അല്ലേ? അപ്പം അതിനുശേഷം നമ്മൾ പഠിക്കാൻ പോകുന്ന ഇപ്പോൾ ആ ഒരു
4 സെക്ഷനും കഴിഞ്ഞു ചാപ്റ്ററിൻ്റെ. ഇനി നമ്മൾ അഞ്ചാമത്തെ ആ ഒരു സെക്ഷനിലേക്കാണ് പോകുന്നത്. അഞ്ചാമത്തെ സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സെമി കൺസർവേറ്റീവ് നേച്ചർ ഓഫ് DNA എന്നാണ് പറയുന്നത്. സിമ്പിളായിട്ട് പറയാം, അതായത് ഒരു DNA ഉണ്ടല്ലോ, ഒരു DNA റെപ്ലിക്കേറ്റ് ചെയ്യുക മീൻസ് അത് ഒരു DNA രണ്ടായിട്ട് മാറുക എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഒരു DNA സ്ട്രാൻഡ്സ് വക തിരിഞ്ഞിട്ട് അതിനകത്തേക്ക് പുതിയ സ്ട്രാൻഡ് വന്ന് ഫോം ചെയ്യുന്നു. അങ്ങനെ 2 DNA ആക്കി മാറുമ്പോഴത്തേക്ക് സെമി കൺസർവേറ്റീവ് നേച്ചർ ഫോളോ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്തെന്ന് വെച്ചാൽ സെമി കൺസർവേറ്റീവ് നേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു DNA നിന്നിട്ട് അതിന്റെ 2 സ്ട്രാൻഡ് വക പിരിഞ്ഞിട്ട് അതിനകത്ത് ഓരോ സ്ട്രാൻഡ് അഡീഷൻ വന്ന് ഫോം ചെയ്തിട്ട് 2 DNA ആയിട്ട് മാറുമല്ലോ. അപ്പം രണ്ടാമത്തെ തലമുറയിലുള്ള ആ ഒരു DNA 2 DNA ആയിട്ട് ഒരു DNA മാറുന്നത്. അപ്പൊ രണ്ടാമത്തെ തലമുറയിലുള്ള ആ ഒരു DNA നോക്കിയാൽ അതിന്റെ ഒരു സ്ട്രാൻഡ് പെരന്റൽ ആയിരിക്കും, ഒരു സ്ട്രാൻഡ് ന്യൂലി സിന്തസൈസ്ഡ് ആയിരിക്കും. അപ്പം ആ ഒരു കാര്യം കൊണ്ടിട്ടാണ് പറയുന്നത് എന്താ സെമി കൺസർവേറ്റീവ് നേച്ചർ ഓഫ് DNA എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെന്റ് പറയുന്നുണ്ട്. സെമി കൺസർവേറ്റീവ് നേച്ചർ DNA ആസ് ജനറ്റിക് മെറ്റീരിയൽ എന്നൊക്കെ പറയുന്ന ഒരു എക്സ്പെരിമെന്റൽ പ്രൂഫ് മെസൽസൺ ആൻഡ് സ്റ്റാഹൽ എന്ന് പറയുന്നിട്ടുള്ള സയന്റിസ്റ്റ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ NH4Cl മീഡിയത്തിൽ വളരുന്ന DNA കുറിച്ചിട്ടാണ് പറയുന്നത്. മീൻസ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മെസൽസൺ സ്റ്റാഹൽ എക്സ്പെരിമെന്റ് എന്താണെന്ന് ചോദിച്ചാൽ നൈട്രജൻ 15 കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഒരു DNA എടുത്തു. അത് നൈട്രജൻ 14 ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അതിനെ കൾച്ചർ ചെയ്യപ്പെടുക. അപ്പം നൈട്രജൻ 15 N14 N15 എന്നൊക്കെ കേട്ടിട്ടില്ലേ? N14 മീൻസ് അതിന്റെ ഐസോടോപ്പുകളാണ്. അപ്പം നൈട്രജൻ 15 എന്ന് പറയുന്ന സാധനം എടുത്ത് നൈട്രജൻ 14 വളർത്തുകയാണ്. അപ്പോൾ നൈട്രജൻ 15 2 സ്ട്രാൻഡ് ഉണ്ട്, അതിൽ 2 സ്ട്രാൻഡ് ഉണ്ടാക്കിയേക്കുന്നത് നൈട്രജൻ 15 വെച്ചിട്ടാണ്. എന്നിട്ട് ആ സാധനം നമ്മൾ നൈട്രജൻ 14ലേക്ക് ഡിപ്പ് ചെയ്തു. അപ്പോൾ നൈട്രജൻ 14 എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ ന്യൂട്രിയന്റ് മീഡിയ എല്ലാം നൈട്രജൻ 14 കണ്ടെയ്ൻഡ് ആണ്. നമ്മൾ ഇട്ടതാരെ നൈട്രജൻ 15 കണ്ടെയ്ൻഡ് ആണ്. അപ്പം ഫസ്റ്റ് റെപ്ലിക്കേഷൻ നടക്കുമ്പോഴത്തേക്ക് അത് വക പിരിഞ്ഞിട്ട് 2 സ്ട്രാൻഡായി നിൽക്കുകയാണല്ലോ. നൈട്രജൻ 15 ഉള്ള 2 സ്ട്രാൻഡ് ന്യൂലി സിന്തസൈസ്ഡ് ആയിട്ട് ഫോം ചെയ്യുന്ന സ്ട്രാൻഡ് എന്ന് പറയുന്നത് അത് കിടക്കുന്ന മീഡിയത്തിൽ നിന്ന് വരുന്ന നൈട്രജൻ 14 കണ്ടെയ്ൻഡ് സ്ട്രാൻഡുകളായിരിക്കും. അപ്പം രണ്ടാമത്തെ തലമുറ നോക്കുകയാണെങ്കിൽ ഒരു റെപ്ലിക്കേഷൻ കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഓരോ DNA മോളിക്യൂൾസിലും ഒരു സ്ട്രാൻഡ് N15 കണ്ടെയ്ൻഡും ആയിരിക്കും, ഒരു സ്ട്രാൻഡ് N14 കണ്ടെയ്ൻഡും ആയിരിക്കും. ഈ ഒരു എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് സെമി കൺസർവേറ്റീവ് നേച്ചർ ഓഫ് DNA ഇവിടെ നന്നായിട്ട് പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ അല്ലേ, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പം 6ാമത്തെ ഒരു സെക്ഷനും കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റെപ്ലിക്കേഷൻ ആണ്. അപ്പൊ റെപ്ലിക്കേഷൻ ഓഫ് DNA. അപ്പൊ അത് ആ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് എന്താണ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി എന്നറിയണം. ഫ്രാൻസിസ് ക്രിക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ്, നമുക്കറിയാം കുറച്ചു മുമ്പ് പറഞ്ഞു DNA പ്രപ്പോസ് ചെയ്തത് വാട്സൺ ആൻഡ് ക്രിക്ക് മോഡലാണ്. അപ്പൊ അതിൽ ഫ്രാൻസിസ് ക്രിക്ക് എന്ന് പറയുന്ന ആളാണ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി പ്രപ്പോസ് ചെയ്തത്. ഇനി എന്താണ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി എന്ന് ചോദിച്ചാൽ ടെക്സ്റ്റിൽ ഒരു പടമുണ്ട്, ആ പടം നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. മീൻസ് ലെഫ്റ്റ് സൈഡിലെ DNA ഉണ്ട്, DNA സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാകും. ആ DNAയിൽ നിന്നിട്ട് സ്ട്രാൻഡ് വക പിരിഞ്ഞിട്ട് മെസഞ്ചർ RNA ഫോം ചെയ്യും. പ്രോസസ്സിന് പറയുന്ന പേര് ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ്. ആ മെസഞ്ചർ RNA ഫോം ചെയ്തതിനു ശേഷം അതിൽ നിന്നും ഒരു പ്രോട്ടീൻ ഫോം ചെയ്യുന്ന പ്രോസസ്സിന് അതിന് പറയുന്നത് ട്രാൻസ്ലേഷൻ എന്നാണ്. ഇത്തരത്തിൽ ഒരു DNA കാത്തിരിക്കുന്ന ജീൻ അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു എന്നത് ആ ഒരു ടേം ജീൻ എക്സ്പ്രഷൻ എന്നാണ്. DNA കാത്തിരിക്കുന്ന ജീനിനെ ഒരു പ്രോട്ടീൻ ആക്കി അതൊരു ഫംഗ്ഷൻ ചെയ്യുന്ന എക്സ്പ്രസ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ ആക്കി മാറ്റുന്നതിന് പറയുന്നവരാണ് DNA ജീൻ എക്സ്പ്രഷൻ. അത് പുട്ട് ഫോർവേഡ് ചെയ്യുന്ന ഡയഗ്രത്തിന് പറയുന്ന പേരാണ് എന്താണ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി. അപ്പൊ സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി എന്താണെന്ന് ടെക്സ്റ്റിൽ വരച്ച് അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് പോലെയുണ്ട്. അത് പ്രപ്പോസ് ചെയ്തത് ഫ്രാൻസിസ് ക്രിക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ പഠിച്ചിരിക്കുക. എന്താണ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി എന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് DNA റെപ്ലിക്കേഷനിലേക്ക് പോകാം. DNA റെപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഡബിൾ സ്ട്രാൻഡ് DNA ഉണ്ട്. ആ ഡബിൾ സ്ട്രാൻഡ് DNA വക പിരിഞ്ഞിട്ട് അതിനകത്ത് ഓരോ സ്ട്രാൻഡിലും പുതിയ സ്ട്രാൻഡ് ഫോം ചെയ്തിട്ട് 2 DNA ആയിട്ട് മാറും. അപ്പൊ ആ ഒരു പ്രോസസ്സിന് പറയുന്നതാണ് റെപ്ലിക്കേഷൻ ഓഫ് DNA സിമ്പിൾ ആയിട്ട്. അപ്പം നമുക്കത് എങ്ങനെയാണെന്നൊരു മെക്കാനിസം രീതിയിൽ പറയുകയാണെങ്കിൽ ആദ്യം ഒരു DNA എങ്ങനെ ഇരിക്കുക, 2 സ്ട്രാൻഡ് ആണ്, ഡബിൾ സ്ട്രാൻഡഡ് ആണ് DNA. അപ്പൊ ആ ഡബിൾ സ്ട്രാൻഡഡ് DNAയിൽ ആ സ്ട്രാൻഡ് രണ്ടും തമ്മിൽ അകരും. ഓക്കെ, അകരം മീൻസ് അവിടെ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ട് അത് രണ്ടും ഇങ്ങനെ അകർന്നു വരുന്നതിന് പറയുന്നതാണ് റെപ്ലിക്കേഷൻ ഫോർക്ക്. ഇത്തരത്തിൽ അവിടെ ടെക് ബാട്ട് ചെയ്യുന്ന അവിടെ എന്താ പറയുന്നത് അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എൻസൈമിന് പറയുന്ന ഒരു DNA ഹെലിക്കേസ് എന്നാണ്. എന്താണ് DNA ഹെലിക്കേസ്? അപ്പൊ DNA ഹെലിക്കേസ് എന്ന് പറയുന്നിട്ടുള്ള ആ ഒരു എൻസൈമോട് ആക്ട് ചെയ്യുമ്പോഴാണ് DNA സ്ട്രാൻഡ് അൺവൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, വൈൻഡ് ചെയ്തിരുന്നത് അൺവൈൻഡ് ആയിട്ട് മാറും. ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയുന്നത്. അതിന് 3'5' പൊളാരിറ്റി ആയിരിക്കും. ഓക്കെ, ഇനി
പുതുതായിട്ട് ഒരു സ്ട്രാൻഡ് ഫോം ചെയ്യണം. അപ്പോൾ അവിടെ വേണ്ടിയിട്ട് ഒരു RNA പ്രൈമർ അല്ല അവിടെ അറ്റാച്ച് ചെയ്യണം, ഒരു പ്രൈമർ അറ്റാച്ച് ചെയ്യണം. എവിടെ അറ്റാച്ച് ചെയ്യണമെന്ന് ചോദിച്ചാൽ 3' എവിടെയാണോ പെരന്റൽ സ്ട്രാൻഡിന്റെ അല്ലെങ്കിൽ കണ്ടിന്യൂസ് സ്ട്രാൻഡ് പെരന്റൽ സ്ട്രാൻഡ് എന്നൊക്കെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. അപ്പം നമ്മുടെ പെരന്റൽ ആയിട്ടുള്ള സ്ട്രാൻഡ് ഉണ്ടല്ലോ, ആ സ്ട്രാൻഡ് മീൻസ് കണ്ടിന്യൂസ് സ്ട്രാൻഡിന്റെ 3' എൻഡിൽ ആണ് പുതിയ RNA പ്രൈമർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ RNA പ്രൈമർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു DNA ചെറിയ ഫ്രാഗ്മെന്റ് വന്ന് ആ 3' പൊസിഷനിൽ അറ്റാച്ച് ചെയ്തിട്ട് അപ്ലൈക്കാണ് നമ്മുടെ DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം വരുന്നത്. DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ് എന്ന് പറയുന്ന ആ ഒരു എൻസൈം വന്നിട്ട് ആ RNA പ്രൈമർ മറ്റേ കണ്ടിന്യൂസ് സ്ട്രാൻഡിന്റെ 3' എൻഡിലിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് പോളിമറൈസേഷൻ നടക്കുമ്പോഴത്തേക്ക് DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ് എന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്കറിയാലോ അത് ഒരു പോളിമറൈസ് ചെയ്യുന്ന എൻസൈം. അപ്പം എൻസൈമാണ്. അപ്പോൾ പോളിമറൈസേഷൻ നടക്കും. അപ്പം 5' to 3' ഡയറക്ഷനിലാണ് പോളിമറൈസേഷൻ നടക്കുന്നത്. കണ്ടിന്യൂസ് സ്ട്രാൻഡിന്റെ പൊളാരിറ്റി എന്താണെന്ന് ചോദിച്ചാൽ 3' 5' ആണ്. ഇനി പുതുതായിട്ട് ഫോം ചെയ്യുന്ന ന്യൂലി സിന്തസൈസ് ചെയ്യുന്ന സ്ട്രാൻഡ്, അതായത് ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് എന്ന് പറയുന്ന പേര് ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് എന്ന് പറയുന്ന ആ ഒരു പൊളാരിറ്റി 5' to 3' ഡയറക്ഷൻ ആയിരിക്കും. കണ്ടിന്യൂസ് സ്ട്രാൻഡിന്റെ 3' to 5' ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ സ്ട്രാൻഡ് വരുന്നു. ഇനി ചിലയിടത്താണെങ്കിൽ ഫ്രാഗ്മെന്റ്സ് ആയിരിക്കും ഫോം ചെയ്യുന്നത് പുതിയ സ്ട്രാൻഡിന്റെ. അപ്പോൾ പുതിയ സ്ട്രാൻഡിന്റെ ഫ്രാഗ്മെന്റ്സ് ഫോം ചെയ്താൽ അതിന് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് അങ്ങനെ കുറെ പേരുകളൊക്കെ പറയും. അപ്പോൾ ഫ്രാഗ്മെന്റ്സ് ഫോം ചെയ്യുകയാണെങ്കിൽ ആ കേസിൽ ആ ഫ്രാഗ്മെന്റ്സ് ജോയിൻ ചെയ്താലല്ല ആ ഒരു 5' 3' ഡയറക്റ്റ്ലി പോളിമറൈസ് ചെയ്ത ആ ഒരു സ്ട്രാൻഡ് ഫുൾ ആവത്തുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ മോളിക്കുലർ ഗ്ലൂ അവിടെ യൂസ് ചെയ്യും, അല്ലെങ്കിൽ മോളിക്കുലർ പശ എന്നൊക്കെ പറയുന്ന ഒരു സാധനം, അതിന് പറയുന്ന പേരാണ് DNA ലിഗേസ്. അപ്പോൾ DNA ലിഗേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ആക്ട് ചെയ്തിട്ട് അവിടെ പുതിയ സ്ട്രാൻഡ് ഫോം ചെയ്യുന്നു. ഓക്കെ അല്ലേ? അപ്പം ഇത് ഒന്നുകൂടെ കേൾക്കുക, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 3 പോയിന്റുകൾ ആ ഒരു മെക്കാനിസം പോലെ പഠിച്ചു വെക്കുന്നതായിരിക്കും ഏറ്റവും വൃത്തി. അപ്പം DNA റെപ്ലിക്കേഷൻ സിമ്പിളായിട്ട് ഞാൻ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. പഠിച്ചെടുക്കാൻ വളരെ വളരെ എളുപ്പമാണ്. എക്സാമിന് ചോദിച്ച് കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണിത്. ഓക്കെ, അപ്പം അതിനുശേഷം പഠിക്കുന്ന 2 കാര്യമാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്താണ്, ട്രാൻസ്ലേഷൻ എന്താണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു DNAയിൽ നിന്നിട്ട് മെസ്സഞ്ചർ RNA നിർമ്മിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. ഇനി ഒരു ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ടുണ്ടാകുന്ന മെസ്സഞ്ചർ RNA ഉണ്ടല്ലോ, ആ മെസ്സഞ്ചർ RNAയിൽ നിന്നിട്ട് പ്രോട്ടീൻ കോഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നതാണ് ട്രാൻസ്ലേഷൻ. ഇനി നമുക്ക് ട്രാൻസ്ക്രിപ്ഷനിലേക്ക് പോകാം. ട്രാൻസ്ക്രിപ്ഷനിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്കൊരു DNA ഉണ്ട്. ആ DNA സ്പ്ലിറ്റ് ചെയ്യണം. DNA സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൽ ഒരു സ്ട്രാൻഡ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആക്ട് ചെയ്തിട്ട് അതിന് അനുസരിച്ചുള്ള പാരൽ പൊളാരിറ്റിയുള്ള, അതിന് കറസ്പോണ്ടിങ് ആയുള്ള പൊളാരിറ്റിയുള്ള എന്താ ഫോം ചെയ്യേണ്ടത്, മെസ്സഞ്ചർ RNA ആണ് ഫോം ചെയ്യേണ്ടത്. മെസ്സഞ്ചർ RNA ഫോം ചെയ്യുന്ന അവിടെ 3 സ്റ്റെപ്പ് ഉണ്ട്. ഇനിഷ്യേഷൻ, എലോങ്ങേഷൻ, ടെർമിനേഷൻ എന്ന് പറഞ്ഞ 3 സ്റ്റെപ്പിലൂടെയാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇനിഷ്യേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു സിഗ്മ ഫാക്ടർ വന്ന് അവിടെ ആഡ് ചെയ്യും. ഇനി ഇലോങ്ങേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ RNA പോളിമറൈസ് എൻസൈം ആക്ട് ചെയ്യും. ഇനി ടെർമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ടെർമിനേഷൻ ഫാക്ടർ അവിടെ ആഡ് ചെയ്യപ്പെട്ടിട്ട് അവിടെ മെസ്സഞ്ചർ RNA ഫോം ചെയ്യും. ഇപ്പോൾ എന്താ സിമ്പിളായിട്ട് നമുക്ക് ഇത്രയേ ഉള്ളൂ, ഒരു DNAക്കകത്തുനിന്ന് മെസ്സഞ്ചർ RNA ഫോം ചെയ്യണം. പ്രോസസ്സിന് പറയുന്നതാണ് ട്രാൻസ്ക്രിപ്ഷൻ. ഇനി മെസ്സഞ്ചർ RNA ഫോം ചെയ്യുന്നത് അത് ഹെറ്ററോജീനിയസ് ന്യൂക്ലിയർ RNA HNRNA എന്ന് പറയുന്നിട്ടുള്ളൊരു സാധനമാണ്. മീൻസ് അതിനകത്ത് ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള പോർഷനും കാണും, ട്രാൻസ്ക്രൈബ് ചെയ്യാത്ത മീൻസ് ട്രാൻസ്ക്രിപ്ഷൻ നടന്ന പോർഷനും കാണും, ട്രാൻസ്ക്രിപ്ഷൻ നടക്കാത്ത പോർഷനും കാണും. ഇത്തരത്തിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കാത്ത പോർഷന് പറയുന്ന പേരാണ് ഇൻട്രോൺസ്, ബാക്കിയുള്ള പറയുന്നവരാണ് എക്സോൺസ്. അപ്പം ഇൻട്രോൺസ് റിമൂവ് ചെയ്ത് കളയും. എന്തിനാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കാത്ത പ്രോഡക്റ്റ്? അപ്പം ട്രാൻസ്ക്രിപ്ഷൻ നടക്കാത്ത ആ പ്രോഡക്റ്റ് അത്രയും ഭാഗം ഇൻട്രോൺസ് എന്നാണ് പറയുന്നത്, റിമൂവ് ചെയ്ത് കളയുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന ആ ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. അപ്പം സ്പ്ലൈസിങ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അതിനുശേഷം ക്യാപ്പിങ്ങും ടെയിലിങ്ങും നടന്നിട്ടാണ് അത് പുതിയതായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു മെസ്സഞ്ചർ RNA ആയിട്ട് മാറുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് മെസ്സഞ്ചർ RNA കിട്ടിയിട്ടുണ്ട്. മനസ്സിലായല്ലോ ട്രാൻസ്ക്രിപ്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന്. ഇനി ആ ട്രാൻസ്ക്രിപ്ഷനിൽ നിന്നിട്ട് ഉണ്ടായ മെസ്സഞ്ചർ RNAക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോട്ടീൻസ് കോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അതിന് പറയുന്ന പേരാണ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ എന്താണെന്ന് അപ്പം നമുക്ക് പറയാം. മെസ്സഞ്ചർ RNAയിൽ നിന്നിട്ട് ഒരു പ്രോട്ടീൻ കോഡ് ചെയ്തെടുക്കുന്ന അതിന് പറയുന്ന പേരാണ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ക്രിപ്ഷനും പറഞ്ഞു, ട്രാൻസ്ലേഷനും പറഞ്ഞു. കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് സെൻറ്റൻസിങ് യൂസ് ചെയ്ത് കൊള്ളാക്കാതിരിക്കുന്നത്. അപ്പം ട്രാൻസ്ലേഷനും കൂടെ പഠിക്കുക. അതിൻ്റെ മെക്കാനിസം 3 സ്റ്റെപ്സ് ഉണ്ട്, അതും കൂടെ പഠിച്ചു വെക്കാം. അപ്പം ട്രാൻസ്ലേഷൻ പഠിക്കുന്നതിനോടൊപ്പം തന്നെ അത്യധികം ഇമ്പോർട്ടൻറ്റ് എക്സാമിനും ബോർഡ് എക്സാമിനും അതുപോലെ നീറ്റ് എക്സാമിനും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഒരു സെക്ഷനാണ് വാട്ട് യു മീൻ ബൈ ലാക്ക് ഓപ്പറോൺ. ലാക്ടോസ് ഉള്ള സമയത്ത് ഉണ്ടാവുന്ന ഒരു ഓപ്പറേറ്റർ
അതാണ് പറയുന്നത്. അതായത് ലാക്ക് ഓപ്പറോൺ എന്ന സ്ഥലത്ത് നമുക്ക് ഒരു റെഗുലർ ജീനിനെ കാണാൻ പറ്റും. ആ ടെക്സ്റ്റിൽ പടം ഉണ്ടെന്ന് എടുത്ത് നോക്കണേ. അപ്പം ലാക്ക് ഓപ്പറോൺ എന്ന സെക്ഷനിൽ പഠിക്കാൻ നേരത്ത് അവിടെ നമുക്ക് റെഗുലർ ജീനും കാണും, സ്ട്രക്ചറൽ ജീനും കാണും. മീൻസ് ലാക്ടോസിന്റെ പ്രസൻസിൽ റെഗുലർ ജീനിന്റെ അവിടെ നിന്നിട്ട് ലാക്ടോസ് വന്ന് ഓപ്പറേറ്റർ സൈറ്റിലേക്ക് ബൈൻഡ് ചെയ്യാനിരിക്കുന്ന റിസപ്റ്റർ പ്രോട്ടീനെ കയറി ബൈൻഡ് ചെയ്യും. അപ്പം ലാക്ടോസ് ഉള്ളപ്പോൾ മാത്രമേ ഈ സൈക്കിള് ഈ ഒരു പ്രോസസ്സ് നടക്കത്തുള്ളൂ. ലാക്ടോസ് ഇല്ലാത്ത സമയത്ത് ഈ ഒരു പ്രോസസ്സ് നടക്കത്തില്ല. അതാണ് ഇതിലെ ഫസ്റ്റ് ഓഫ് ഓൾ അറിയേണ്ട കാര്യം. ഇനി ലാക്ടോസ് ഇല്ലാത്ത സമയത്ത് എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ റെപ്രസർ പ്രോട്ടീൻ കയറി ഓപ്പറേറ്റർ സൈറ്റിൽ കയറി ബൈൻഡ് ചെയ്യും. അപ്പം ബാക്കിയുള്ള പ്രോസസ്സ് നടക്കത്തില്ല. ഇനി ലാക്ടോസ് ഉള്ള സമയത്ത് എങ്ങനെയാണ് നടക്കുന്നത് വെച്ചാൽ ലാക്ടോസ് ഉള്ള സമയത്ത് റിസപ്റ്റർ പ്രോട്ടീനിൽ കയറി ബൈൻഡ് ചെയ്യും. അപ്പം ഓപ്പറേറ്റർ സൈറ്റ് ഓപ്പൺ ആയിരിക്കും. അപ്പം അത് വഴിയിട്ട് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നടന്നിട്ട് അവിടെ ബീറ്റാ ഗാലക്ടോസിഡേസ് പെർമീസ് ട്രാൻസ്അസെറ്റിലേസ് എന്ന് പറയുന്ന XYA എന്ന് കോഡ് ചെയ്തിരിക്കുന്ന ആ പ്രോട്ടീൻസ് ഫോം ചെയ്യും. എക്സ് എന്തിനെ സൂചിപ്പിക്കുന്നതൊക്കെ എക്സാമിന് ചോദിക്കും. XYA അങ്ങനെ 3 കാര്യങ്ങളാണുള്ളത്. എക്സ് എന്ന് വെച്ചാൽ ബീറ്റാ ഗാലക്ടോസിഡേസ് ആണ്, Y എന്ന് പറയുന്നത് പെർമിയേസ് ആണ്, A എന്ന് പറയുന്നത് ട്രാൻസ്അസെറ്റിലേസ് ആണ്. ഇത് 3നും കൂടെ പറയുന്ന പേരാണ് സ്ട്രക്ചറൽ ജീൻ. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ലാക്ക് ഓപ്പറോൺ അതിനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ എഴുതി കൊടുക്കാൻ പറയുമ്പോഴത്തേക്ക് ഇതിന്റെ 2 പാർട്സ് ഉണ്ട്. ഒന്ന് റെഗുലർ ജീനും മറ്റേത് സ്ട്രക്ചറൽ ജീനും ആണെന്ന് നമ്മൾ ആദ്യം എഴുതി കൊടുക്കണം. റെഗുലർ ജീനകത്താണ് പ്രൊമോട്ടർ സൈറ്റ് ഒക്കെ ഉള്ളത്. ഇനി സ്ട്രക്ചറൽ ജീനകത്താണ് 3 കാര്യങ്ങളുള്ളത്. XYA. എക്സ് എന്ന് വെച്ചാൽ ബീറ്റാ ഗാലക്ടോസിഡേസ്. ഇനി Y എന്ന് വെച്ചാൽ പെർമിയേസ്, പെർമിയബിലിറ്റി അതിന്റെ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് പറയാം. അടുത്ത ട്രാൻസ്അസെറ്റിലേസ്. A എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാം എക്സും വൈയും സ്മാൾ ലെറ്റർ ആണ്. അപ്പൊ ആ ഒരു കാര്യം എഴുതി കൊടുക്കുക. ലാക്ക് ഓപ്പറോൺ എഴുതുമ്പോഴത്തേക്ക് അതിന്റെ 2 സ്റ്റെപ്പായിട്ട് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ആദ്യം ഇൻട്രൊഡക്ഷൻ എഴുതി കൊടുക്കണം. മീൻസ് അതിന്റെ റെഗുലർ ജീൻ എന്താണ്, സ്ട്രക്ചറൽ ജീൻ എന്താണ്. എന്നിട്ട് 2 കണ്ടീഷൻ. ഇൻ ദി പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ മീൻസ് ഇൻ ദി പ്രസൻസ് ഓഫ് ലാക്ടോസ് അതെങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു. അടുത്ത 2ാമത്തെ സ്റ്റെപ്പിൽ ഇൻ ദി ആബ്സെൻസ് ഓഫ് ലാക്ടോസ് എങ്ങനെ നടക്കുന്നു. ഇൻ ദി പ്രസൻസ് ഓഫ് ലാക്ടോസ് എങ്ങനെയാണ് നടക്കുന്നത്, അത് ഓപ്പറേറ്റർ സൈറ്റ് ബ്ലോക്ക് ആക്കത്തില്ല. അപ്പൊ അതിലേക്കൂടെ ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ കഴിഞ്ഞിട്ട് ഈ 3 സ്ട്രക്ചറൽ ജീൻസ് ഫോം ചെയ്യും. ഇനിയിപ്പം ഇൻഡ്യൂസർ ഇല്ലെങ്കിൽ, ലാക്ടോസ് ഇല്ലെങ്കിൽ എങ്ങനെ അത് ഫംഗ്ഷൻ നടക്കുന്നതെന്ന് വെച്ചാൽ റെപ്രസർ പ്രോട്ടീൻ വന്ന് ഓപ്പറേറ്റർ സൈറ്റിൽ ബൈൻഡ് ചെയ്യും. അവിടെ വെച്ചിട്ട് സ്വിച്ച് ഓഫ് മെക്കാനിസം നടക്കും. സ്വിച്ച് ഓഫ് നടക്കുന്ന വെച്ചാൽ ലാക്ക് ഓപ്പറോൺ വർക്ക് ചെയ്യാതാവും. അപ്പോൾ വർക്ക് ചെയ്യാത്തൊരു കണ്ടീഷൻ കൂടെ വരും. ഇപ്പൊ 2 സ്റ്റേജ് ആയിട്ട് നമ്മൾ ലാക്ക് ഓപ്പറോൺ എഴുതി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അടുത്ത ഈ ചാപ്റ്ററിന്റെ 11ാമത്തെ സെക്ഷനാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. അറിയാമല്ലോ, 1990 മുതൽ 2003 വരെ ഏകദേശം 13 വർഷം നിന്ന് ഒരു ഭയങ്കര ഒരു മെഗാ പ്രോജക്റ്റ് ആണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. അതായത് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്, ആ പ്രോജക്റ്റിൽ നിന്ന്, ആ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. അതായത് നമ്മുടെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് നമുക്ക് എത്ര ബേസ് പെയേഴ്സ് ഉണ്ടെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു മെഗാ പ്രോജക്റ്റ് ആയിരുന്നു. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 13 വർഷം ലെങ്ത് ആയി. അപ്പം നമ്മുടെ മനുഷ്യന്റെ ജീനുകളെല്ലാം കോഡഡ് ആക്കി അവിടെ ഡേറ്റാ ഷീറ്റ്സ് ആക്കി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് 13 വർഷം എടുത്തു. അപ്പം സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ്ങിൽ 2-3 പോയിന്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അതങ്ങ് പഠിച്ചു വെക്കുക. അതിന്റെ ടീം പറഞ്ഞു തന്നല്ലോ, നമ്മുടെ മനുഷ്യരുടെ ബേസ് പെയേഴ്സ് ടോട്ടൽ എത്ര ഉണ്ട് എന്ന് കണക്ക് കൂട്ടിയിട്ട് അത് കണ്ടുപിടിക്കുന്ന ആ ഒരു മെഗാ പ്രോജക്റ്റ് ആയിരുന്നു അത്. ഓക്കെ, ഇനിയും എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു അവസാനത്തെ സെക്ഷനാണ്, ഈ ചാപ്റ്ററിനെ സംബന്ധിച്ച് ഏറ്റവും അവസാനത്തെ സെക്ഷനാണ് DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന ഒരു കാര്യം. അപ്പം ആ ടെക്സ്റ്റ് എടുക്കുക, DNA ഫിംഗർ പ്രിന്റിങ്. ഫസ്റ്റ് ഓഫ് ഓൾ അത് ആരാണ് കൊണ്ടുവന്നതെന്ന് നോക്കുക. സാധാരണ 1 മാർക്കിന് ചോദിക്കുന്നതാണ് DNA ഫിംഗർ പ്രിന്റിങ് പ്രപ്പോസ് ചെയ്തത് ആരാണെന്ന്. അപ്പം അലക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളാണ്. ഇനി നമുക്ക് അതിനുശേഷം പഠിക്കാനുള്ള DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ സ്റ്റെപ്സ് ആണ്. ഓക്കെ, DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ സ്റ്റെപ്സ്. അപ്പൊ DNA ഫിംഗർ പ്രിന്റിങ്ങിന് എത്ര സ്റ്റെപ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ കൂടുതലൊന്നും അങ്ങനെ ബേജാറാവണ്ട. DNA എന്നും ഫിംഗർ പ്രിന്റ് ഒന്നും കേട്ട് നമ്മൾ പേടിക്കണ്ട. എഴുതി കൊടുക്കാം, ഐസൊലേഷൻ ഓഫ് DNA ഐസൊലേറ്റ് ചെയ്യുക. അതിനുശേഷം ഡൈജഷൻ ഓഫ് DNA. അതിനുശേഷം അതിന്റെ സെപ്പറേഷൻ ഓഫ് DNA നടത്തും. സെപ്പറേഷൻ ഓഫ് DNA എങ്ങനെ വേണ്ടിയിട്ടാണ് നടക്കുന്ന, ബയോടെക്നോളജിയിൽ പഠിച്ച ഒരു പോയിന്റ് ഉണ്ടല്ലോ, അഗ്രോസ്റ്റൽ ഇലക്ട്രോഫോറസിസ്, ജെൽ ഇലക്ട്രോഫോറസിസ് വഴിയിട്ട് ഡൈജസ്റ്റ് ചെയ്ത DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യും. ആ സെപ്പറേറ്റ് ചെയ്തതിനെ പിന്നെ എന്ത് ചെയ്യും, അപ്പം ആദ്യം നോക്കെ ഐസൊലേഷൻ ഓഫ് DNA, ഡൈജഷൻ ഓഫ് DNA, ദെൻ സെപ്പറേഷൻ ഓഫ് DNA. സെപ്പറേഷൻ കഴിഞ്ഞിട്ട് പിന്നെ എന്തോ ചെയ്യുന്നത്, അപ്പം സെപ്പറേഷൻ എന്ന ഒരു പ്രോസസ്സ്, ഐസൊലേഷൻ, ഡൈജഷൻ, അത് കഴിഞ്ഞ് ഗ്രോസ് ഇലക്ട്രോഫോറസിസ് കഴിഞ്ഞിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അത്രയും പ്രോസസ്സ് നടന്നിട്ട് പിന്നെ ചെയ്യുന്ന, അതായത് ഐസൊലേഷൻ, ഡൈജഷൻ, സെപ്പറേഷൻ അത്രയും കഴിഞ്ഞിട്ട് ഇതിനെല്ലാം കൂടെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഹൈബ്രിഡൈസേഷൻ നടത്തും. അപ്പം ഹൈബ്രിഡൈസേഷൻ നടത്തിയതിനു ശേഷം
ഡിറ്റക്ഷൻ നടത്തിയിട്ടാണ് DNA ഫിംഗർ പ്രിന്റിംഗ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, ഐസൊലേഷൻ ഓഫ് DNA, ഡൈജഷൻ ഓഫ് DNA, അടുത്ത സെപ്പറേഷൻ ഓഫ് DNA ബൈ ജെൽ ഇലക്ട്രോഫോറസിസ്, അതിനുശേഷം എന്താ ട്രാൻസ്ഫറിങ്, ഹൈബ്രിഡൈസേഷൻ, ഫൈനലി ഡിറ്റക്ഷൻ. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ആണ് DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറയുന്നിട്ടുള്ള ആ ഒരു സെക്ഷനിൽ നടത്തുന്നത്. ഓക്കെ, ഇതിൽ ഇടയ്ക്കൂടെ പറഞ്ഞു വന്നപ്പം ഇങ്ങനെ ആ ഒരു കണ്ടിന്യൂസ് ലോയിൽ ഞാനിങ്ങനെ പോരുന്നു. ഒരു കാര്യം ഞാൻ പറയാനും മിസ്സാക്കിയിട്ടുണ്ട്, അത് ജനറ്റിക് കോഡ് എന്താണെന്നാണ്. എന്താണ് ജനറ്റിക് കോഡ്? ജനറ്റിക് കോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കോഡോൺ ആണ് ഒരു ജീനിനെ എക്സ്പ്രസ് ചെയ്യുന്നത് എന്ന കാര്യം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി നമുക്ക് ജനറ്റിക് കോഡ് എന്നൊരു സ്ട്രക്ചറിലേക്ക് പോകാം. അപ്പം സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ജനറ്റിക് കോഡ് എന്ന ഒരു സെക്ഷൻ നമ്മൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. എന്താണ് സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ജനറ്റിക് കോഡ്? ഫസ്റ്റ് ഓഫ് ഓൾ സിമ്പിൾ ആയിട്ട് പഠിക്കാനുള്ള 2 പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. അതായത് മൊത്തത്തിൽ ജനറ്റിക് കോഡ് മൊത്തത്തിൽ 64 കോഡോൺസ് ഉണ്ട്. എത്ര? 64 പെർമ്യൂട്ടേഷൻസ് വഴിയിട്ടാണ് ഈ 64 കോഡോൺസ് ഉണ്ട് എന്ന ആ ഒരു കൺസെപ്റ്റ് നമ്മളിലേക്ക് എത്തിയത്. ഇനി 64 കോഡോൺസ് ഉണ്ട് എന്ന് പറയുന്നതിൽ 61 എണ്ണമാണ് അമിനോ ആസിഡ് സീക്വൻസിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ബാക്കി 3 സ്റ്റോപ്പിംഗ് കോഡോൺ എന്നറിയപ്പെടുന്ന ആളാണ്. എന്താണ്? മൊത്തത്തിൽ 64 കോഡോൺസ് ഉണ്ട്, അതിൽ 61 എണ്ണം മൊത്തത്തിൽ കോഡോൺ 64 എണ്ണം ഉണ്ട്, അതിൽ 61 എണ്ണം ഓരോ അമിനോ ആസിഡ് സീക്വൻസിനെ സൂചിപ്പിക്കുന്ന ഇതാണ്. ബാക്കി 3 സ്റ്റോപ്പിംഗ് കോഡോൺസ് ആണ്. ഇനി ഒരു കോഡോൺ എന്ന് പറഞ്ഞാൽ ഒരു ട്രിപ്ലറ്റ് ആണ്. ട്രിപ്ലറ്റ് മീൻസ് 3 അക്ഷരങ്ങൾ, 3 ബേസ് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പം അത്രയും കാര്യങ്ങൾ അറിയുക. മൊത്തത്തിൽ 64 എണ്ണം ഉണ്ട്, 61 എണ്ണം അമിനോ ആസിഡ് സീക്വൻസിനെ സൂചിപ്പിക്കുന്നതാണ്, ബാക്കി 3 സ്റ്റോപ്പിംഗ് കോഡോൺസ് ആണ്. ഈ സ്റ്റോപ്പിംഗ് കോഡോൺസ് എന്താണെന്ന് വെച്ചാൽ ഒരു അമിനോ ആസിഡ് സീക്വൻസിൽ ഏറ്റവും അവസാനം കാണപ്പെടുന്ന സീക്വൻസിന് പറയുന്നതാണ് സ്റ്റോപ്പിംഗ് കോഡോൺസ്. ഞാൻ ഒരു കോഡ് പോലെ പറയാം. ഉവ ഉവാഗ് ഉഗ എന്ന് പറഞ്ഞൊക്കെ. ഉവ ഉവാഗ് ഉഗ മീൻസ് സ്റ്റോപ്പിംഗ് കോഡോൺസിന്റെ ആ ഒരു സിമ്പിൾ ഇങ്ങനെയാണ്. UAA ഒരെണ്ണം, UAG ഉവ ഉവാഗ്, അടുത്ത UGA ഉഗ. അപ്പം ഉവ ഉവാഗ് ഉഗ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. അടുത്ത ഒരു കോഡോൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അമിനോ ആസിഡ്സിനെ മാത്രമാണ് എക്സ്പ്രസ് ചെയ്യുക. അതിലൂടെ നമുക്ക് അതിന്റെ സ്പെസിഫിസിറ്റി നമുക്ക് മനസ്സിലാക്കാം. അടുത്തൊരു പോയിന്റ് പറയാനാണെങ്കിൽ AUG മെത്തിയോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം AUG ഹാസ് ഡ്യുവൽ ഫംഗ്ഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. മീൻസ് ഒരു അമിനോ ആസിഡ് ചെയിനിൽ ഇതൊരു മെത്തിയോണിൻ എന്ന ഒരു പ്രോട്ടീനെ കോഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് കൂടാതെ ഒരു അമിനോ ആസിഡ് സീക്വൻസിലെ ഇനിഷ്യേറ്റർ കോഡോൺ ആയിട്ടും പറയുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുക. കോഡോൺ ഈസ് നിയർലി യൂണിവേഴ്സൽ എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ സം അമിനോ ആസിഡ്സ് ആർ കോഡഡ് ബൈ മോർ ദാൻ 1 കോഡോൺ എന്നൊക്കെ പറയും. ഫസ്റ്റ് ഓഫ് ഓൾ കോഡോൺ എന്ന് പറയുന്നത് ഒരു ട്രിപ്ലറ്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. എന്താണ് പറഞ്ഞത്? DNA നമ്മൾ പറഞ്ഞ എന്താണ്? ജനറ്റിക് കോഡിനകത്തെ പോയിന്റ്സ് മൊത്തത്തിൽ 64 കോഡോൺസ് ഉണ്ട്. അതിലെ 3 സ്റ്റോപ്പിംഗ് കോഡോൺസും ബാക്കിയുള്ളത് അമിനോ ആസിഡ് സീക്വൻസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളാണ്. ആ 3 പറയുന്നവരാണ് ഉവ ഉവ ഗുഗ. അത് ടെർമിനേഷൻ കോഡോൺസ് ആണ്. UUA, UAG, UGA. അടുത്തത് പറയുന്നത് AUG എന്ന് പറയുന്നത് മെത്തിയോണിൻ ആയിട്ടും ഫംഗ്ഷൻ ചെയ്യും, ഒരു ഇനിഷ്യേറ്റർ കോഡോൺ ആയിട്ടും ഫംഗ്ഷൻ ചെയ്യും. അതുകൊണ്ട് തന്നെ ഡ്യുവൽ ഫംഗ്ഷൻ ഉണ്ട് എന്നൊക്കെ പറയും. പിന്നെ ഡീജനറസി, അതുപോലെ തന്നെ യൂണിവേഴ്സൽ ആണ്. ഒരു കോഡോൺ എന്ന് പറയുന്നത് ഒരു അമിനോ ആസിഡിനെ മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം നമ്മുടെ ഈ ചാപ്റ്റർ സിമ്പിൾ ആയിട്ട് വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഞാനിപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടല്ല പറഞ്ഞത്, നിങ്ങൾക്ക് ഇതുപോലെ പറയാൻ പറ്റുന്നതേ ഉള്ളൂ. വലിയ കലർപ്പില്ലാത്ത ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നന്നായിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് മാത്രമല്ല ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കാൻ വരെ തന്നെ നന്നായിട്ട് നല്ലൊരു പ്രിപ്പറേറ്ററി ലെവലിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്റർ. ഒട്ടും മിസ് ചെയ്യാതെ വളരെ ഭംഗിയായിട്ട് പഠിച്ചു തീർക്കുക. നിങ്ങളെ അത് നിങ്ങളുടെ ഭാവിയെ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വളരെ നിർണായകമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ബോർഡ് എക്സാമിന് മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്ത് വളരെ നന്നായി ഇത് പഠിക്കുക. NCERTയുടെ ഓരോ ലൈൻ ബൈ ലൈനായിട്ട് നമ്മൾ പഠിക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് ഒരു നന്നായിട്ട് മനസ്സിലാക്കി നല്ലൊരു ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഈ ഒരു ചാപ്റ്റർ നിങ്ങളെ എന്തായാലും ഹെൽപ്പ് ചെയ്യും. നോക്കിക്കോ, നല്ല വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ്, കുറിച്ച് വെച്ചോ. അപ്പൊ ശരി, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. എനിവേ, ഇന്നത്തെ ക്ലാസ് കണ്ടതിൽ സന്തോഷം. ഞങ്ങളുടെ വീഡിയോ ഇനിയും ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. 8ാം ക്ലാസ് അല്ലെങ്കിൽ 9ാം ക്ലാസ് മുതൽ BSc സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന രീതിയിൽ എല്ലാ സബ്ജക്റ്റിലും ക്ലാസ് ഇടാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, മാക്സിമം സഹകരിക്കുക.
ഞങ്ങൾ വരുന്ന ദിവസങ്ങളിൽ മാക്സിമം ക്ലാസ്സസ് ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിലേക്ക് കാണുമ്പോഴേക്കും ബൈ.